ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ്? അറിഞ്ഞൂടാ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ പിക്ചറിൽ കാണുന്ന വ്യക്തിയുടെ പേരറിയാമോ? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ്? എന്നാ വേറൊരു ക്വസ്റ്റ്യൻ. ഈ പിക്ചറിൽ കാണുന്ന ആളിനെ അറിയാവോ? ഓക്കെ, ശരി. ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ്? ചെവിയും കണ്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാത് ജില്ല? ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ്? അറിയില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ? മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അറിയില്ല. ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഇയാളെ അറിയോ? ആരാ? തൊപ്പി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താ. ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാ? ദൈവമേ, കേരളത്തിന്റെ തലസ്ഥാനം ഏതാ? കേരളത്തിന്റെ തലസ്ഥാനം അപ്പൊ ഇന്ത്യയുടെ ഏതായിരിക്കും? ടെൻഷൻ അടിപ്പിക്കണം. ദൈവമേ, താങ്ക് യു. നമ്മുടെ രാജ്യം ഏതാ? ഇന്ത്യയുടെ തലസ്ഥാനം അറിയോ? ഇന്ത്യയുടെ തലസ്ഥാനം എങ്ങനെ ഇരിക്കണം? ഇത് ഏതാ ജില്ല? ഇന്ത്യയുടെ തലസ്ഥാനം ഏതാ? കേരളത്തിന്റെ തലസ്ഥാനം ഏതാ? തിരുവനന്തപുരം. അതെങ്കിലും അറിയാലോ. വലിയ സന്തോഷം. താങ്ക് യു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്? എനിക്ക് അറിഞ്ഞൂടാ. നരേന്ദ്രമോദിയില്ലേ? അയ്യോ, നമുക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മക്കൾ പറ, എനിക്ക് അറിഞ്ഞൂടാ. പറഞ്ഞോ. പറയൂ. അതെന്നെ പറഞ്ഞോ. ആളായിരുന്നു മറ്റേ ആളല്ലേ? നീ എന്തിനാ പഠിക്കണേ? ഞാൻ BSc നഴ്സിംഗ് ആണ് പഠിക്കുന്നത്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. എന്നാലും നമുക്ക് BSc നഴ്സിംഗ് ആണെങ്കിലും ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റുന്നു. മോശമല്ലേ? മറ്റേ ആളെന്ന് ആളുടെ പേര് ചോദിച്ചേ. പറഞ്ഞോ, പേര് പറഞ്ഞോ. പോട്ടെ, ഇനി പോരട്ടെ. പ്രണവ് മുഖർജിയാ? അതൊക്കെ പണ്ട്. എങ്ങനെ ഇരിക്കണം? ഓക്കേടാ, താങ്ക് യു. എന്നാലും സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അതറിയത്തില്ലേ? ബൈ ബൈ, ടാറ്റ. നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇനി വലിയ ചോദ്യങ്ങളില്ല, ചെറിയ ചോദ്യങ്ങൾ മാത്രം.